ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ. ഞാൻ രോഷ്നി. ഇന്ന് നമ്മൾ അഡിനിയം പൂക്കൾ കൊണ്ട് നിറയാനും കോഡക്സ് വലുപ്പത്തിൽ ഷേപ്പിൽ വളർത്താനും എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. വീഡിയോയിൽ ഇത്ര ഭംഗിയായിട്ട് നിറയെ പൂക്കളും വലിയ കോഡക്സും ഉള്ള ഈ ചെടി സ്റ്റെം കട്ട് ചെയ്ത നോർമൽ അഡിനിയം പ്ലാന്റ് ആണ്. ഇത് നല്ല ഷേപ്പാക്കി എടുത്തതാണ്. അഡിനിയം നിറയെ പൂവിടാനും റൂട്ട് ഷേപ്പാക്കാനും 20 ഇമ്പോർട്ടൻ്റായ സീക്രറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ചൂടും വെയിലും ഉള്ള സീസണിലാണ് അഡിനിയം കൂടുതൽ പൂക്കൾ തരുന്നത്. നമ്പർ 2, ആരോഗ്യമുള്ള ചെടി എന്നാൽ കോഡക്സിൻ്റെ ഹെൽത്താണ് നോക്കേണ്ടത്. 3, അഡിനിയം വളർത്തുമ്പോൾ ചെറിയ ചെടികളെ വലിയ ചട്ടിയിൽ നടരുത്. നമ്പർ 4, കോഡക്സ് വലുപ്പം വയ്ക്കുന്നതനുസരിച്ച് പോട്ട് മാറ്റി കൊടുക്കുക. നമ്പർ 5, ഡ്രൈനേജ് ഹോൾസ് ഉള്ള ചെടിച്ചട്ടി മാത്രം ഉപയോഗിക്കുക. നമ്പർ 6, രാസവളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, നല്ല രീതിയിൽ രാസവളം കൊടുക്കാവുന്നതാണ്. നമ്പർ 7, അഡിനിയം ചെടികൾ നന്നായി വളരാൻ നൈട്രജൻ അടങ്ങിയ വളം കൊടുക്കുക. നമ്പർ 8, നന്നായി പൂക്കൾ കൊണ്ട് നിറയാനായിട്ട് DAP കൊടുക്കുക. നമ്പർ 9, അഡിനിയം നനവ് കൂടാനും കൂടുതൽ ഡ്രൈ ആകാനും പാടില്ല. വാട്ടറിങ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ മാത്രം കൊടുക്കുക. നമ്പർ 10, അഡിനിയം സീഡ് വിത്ത് മുളപ്പിച്ച് ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാം. വിത്ത് മുളപ്പിച്ച തൈകൾ ചെറുതിലെ കോഡക്സ് നന്നായി വലുപ്പത്തിൽ വളരും. നമ്പർ 12, സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് അഡിനിയം വേര് പിടിപ്പിച്ച് കോഡക്സ് വലുതാകുന്നതനുസരിച്ച് കോഡക്സ് മണ്ണിന് മുകളിലേക്ക് ഉയർത്തി വെച്ച് കൊടുക്കണം. വേരുള്ള ഭാഗം മാത്രം മണ്ണിനടിയിൽ വയ്ക്കാം. അങ്ങനെ നമുക്ക് കോഡക്സ് വളരെ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് നമ്പർ 13, ചെടിയുടെ കോഡക്സിലും ചൂടും സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് പൂക്കൾ നല്ല വലുപ്പത്തിൽ കിട്ടുന്നതാണ്. നമ്പർ 14, വെള്ളം കെട്ടി നിന്നാൽ ഇൻഫെക്ഷനായി കോഡക്സ് കേടാവും. നമ്പർ 15, പോട്ടി മിക്സ് 50% മണലും ബാക്കി 50% എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കോക്കോ ചിപ്സ്, സാഫ്, ഉമിയും ചേർന്ന മിശ്രിതം നമുക്ക് ചേർക്കാവുന്നതാണ്. വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സ് ആണ് വേണ്ടത്. അഡിനിയത്തിന് ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറഞ്ഞാൽ പ്രൂണിംഗ് ആണ്. സമയത്ത് തന്നെ കറക്റ്റായിട്ട്, അതായത് മഴയ്ക്ക് സമയത്തല്ലാതെ തണുപ്പ് തുടങ്ങുന്ന സമയത്തിന് തൊട്ട് മുൻപ് ജനുവരി ഫെബ്രുവരി മാസം നമ്മൾ പ്രൂണിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രയോജനകരമാണ്. അടുത്തത് നമ്പർ 16, അഡിനിയം പ്രൂണിങ് ആൻഡ് റിപ്പോർട്ടിംഗ് വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമ്പർ 17, പ്രൂണിംഗ് പോലെ റിപ്പോർട്ടിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. വർഷത്തിലൊരിക്കൽ പ്രൂണിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ചെടി പുറത്തെടുത്ത് നിർബന്ധമായും പോട്ടി മിക്സ് മാറ്റി റിപ്പോർട്ട് ചെയ്യണം. നമ്പർ 18, അഡീനിയം കീടാണു പ്രശ്നം, മുഞ്ഞ, മില്ലിബഗ് തുടങ്ങിയവയാണ്. അഡീനിയത്തിന് സാഫ് നല്ലൊരു കീടനാശിനിയാണ്, ഫംഗിസൈഡ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമ്പർ 19, കോഡക്സ് ചെയ്യൽ, സ്റ്റെം കേടാകുന്നത്, വാട്ടറിങ്, കൂടുതൽ വെള്ളം കെട്ടി നിൽക്കൽ, കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ലീഫ് പൊഴിയുന്നത്, ഇതൊക്കെ അഡീനിയം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ സെൽഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇലകൾ പൊഴിക്കുന്നത്. നമ്മൾ അതിൽ ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. അടുത്തത് നമ്പർ 20, സ്റ്റെം കട്ട് ചെയ്ത് നടുന്ന അഡീനിയത്തിന് ഇത്രയും വലിയ കോഡക്സ് നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ ഷേപ്പാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അഡിനിയം സീഡ് നട്ടുമുളപ്പിക്കുന്ന ചെറിയ തൈകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെറുപ്പത്തിലെ തന്നെ അതിൻ്റെ കോഡക്സ് വലുതായിട്ട് തന്നെയാണ് വരിക. ചെറിയ അഡിനിയം തൈകൾ വലിയ പോട്ടിലേക്ക് ഒരിക്കലും നടരുത്. തുടക്കത്തിൽ എനിക്ക് അങ്ങനെ ഒരിക്കൽ അഡിനിയം ഇങ്ങനെ ചെറിയ തൈകൾ വലിയ പോട്ടിൽ നട്ട് അതിപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ട് മനസ്സിലാക്കണം. ഈ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കുക. കോഡക്സ് അതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് വർഷങ്ങളായിട്ട് അതേപോലെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ അടുത്തത് ഇത്ര 20 പ്രധാനപ്പെട്ട ടിപ്സ് പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കി എല്ലാവർക്കും ഒരുപാട് സ്നേഹം പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അഡിനിയത്തിൻ്റെ പ്രത്യേകത, ഏതൊരു ചെടിയും നമ്മൾ വളരെ ഭംഗിയായിട്ടും നല്ല ബുഷിയായിട്ടും അഡിനിയ കോഡക്സ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അത് നല്ല ഹെൽത്തായിട്ടും വളർത്തണമെങ്കിൽ അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് സ്നേഹം അറിയിക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ അഡിനിയത്തിൻ്റെ ഈ കോഡക്സ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഷേപ്പിൽ വളർത്താവുന്നതാണ്. ഇത് ഈ പ്ലാന്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോഴും വർഷങ്ങളായിട്ട് ആ പ്ലാന്റ്സ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനത് മാറ്റി ഇത് പ്രൂൺ ചെയ്യാതിരിക്കാൻ തന്നെ കാരണം നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ സീഡ് നട്ട് വളർത്തുന്ന തൈകൾ അതിൻ്റെ തുടക്കത്തിലെ തന്നെ കോഡക്സ് നല്ല വലുപ്പത്തിൽ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വളരെ വിശദമായ
ടിപ്സ് കെയറിങ് ഒക്കെ നിങ്ങൾക്കായി എത്തിക്കുന്നതാണ്. അതുപോലെ സെയിൽ വീഡിയോ, എല്ലാ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഉണ്ട്. ബോഗൺവില്ലയുടെ വളരെ മനോഹരമായൊരു സെയിൽ വീഡിയോ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ കോഡെക്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഒരു ഹെൽത്തും ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിപ്പോൾ തൊട്ട് മുൻപ് ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ, പ്രൂണിങ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന വീഡിയോ, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിനായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന, പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ തരുന്ന സ്നേഹമാണ്. സ്ഥിരമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്.